അഡ്വക്കേറ്റ് സേനാപതി വേണു ഒരു മുൻ സൈനികൻ കൂടിയാണ് താങ്കൾ. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ഈ ദിവസം എക്സിലൂടെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത് എന്തിനാവും? നമ്പ്യാരെ, ഇതിനൊരു ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഡിന്നി സാറും അതുപോലെ തന്നെ ബ്രിഗേഡിയർ ബാലൻ സാറും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രമായപ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ ഒരു ധാരണ നമ്മളൊരു അമേരിക്കൻ പക്ഷത്തേക്ക് നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ വിശ്വസിക്കുന്നയാളും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ കൂടുതലായി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നമ്മൾ ശീതയുദ്ധ കാലഘട്ടത്തിൽ പോലും നമ്മൾ ചേരിചേരാ നയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും നമ്മളൊരു റഷ്യൻ പക്ഷത്താണ് എന്നുള്ളത് അമേരിക്കയ്ക്ക് അറിയുകയും ചെയ്യാം. അദ്ദേഹം എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏറ്റവും അവസാനം സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ്, ലോകത്തിലെ ഏറ്റവും പ്രബല രാഷ്ട്രമാണ്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ വിദേശ യാത്രകളിൽ ഏറ്റവും അവസാനം അദ്ദേഹം സന്ദർശിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു അമേരിക്ക. അവിടെ അദ്ദേഹത്തിന് വലിയ ഊഷ്മളമായ സ്വീകരണം ഒന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഒരു അമേരിക്കൻ പക്ഷത്തല്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ ബോധ്യപ്പെട്ടതുമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്താണ് അമേരിക്ക ഇങ്ങനെ ലോക പോലീസ് ചമയാനുള്ള ഒരു കാരണം? അന്ന് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഒരു രൂപീകരണവും അതിന്റെ ഒരു വളർച്ചയും അത് വന്ന് വിയറ്റ്നാം വരെ കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കയ്ക്ക് അറിയാം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്തെ ദുർബലപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പാകിസ്ഥാനെ കൂടുതലായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അവര് 50 മുതൽ നിരന്തരമായ ഈ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരുപക്ഷെ കരസേന ഉദ്യോഗസ്ഥര് എന്നോടൊപ്പമുള്ള 2 മുതിർന്ന സേനയിലെ ഓഫീസർമാരുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ലേഖനത്തിൽ വായിച്ചൊരു കാര്യം, 1962 61 62 നെഹ്റു അമേരിക്കയിൽ ഒരു സന്ദർശനം നടത്തുന്നു. അപ്പൊ ഈ വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികളെ നമ്മുടെ രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട സംരംഭങ്ങളൊക്കെ കൊണ്ട് കാണിക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ മര്യാദയാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ ഫാക്ടറികൾ, പ്രത്യേകിച്ച് ഓർഡിനൻസ് ഫാക്ടറികൾ, ഇതൊക്കെ കാണിക്കുക നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനം കാണിക്കുന്നതിനുണ്ട്. അപ്പൊ നെഹ്റു ഇങ്ങനെ അമേരിക്കയിലെ ഏതോ ഒരു ഓർഡിനൻസ് ഫാക്ടറിയിൽ എന്ന് പറഞ്ഞാൽ സൈന്യത്തിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയിൽ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നിരവധി ടാങ്കുകൾ, അത് നമ്മൾ പാറ്റൺ ടാങ്ക് എന്ന് വിളിക്കുന്നു. പാറ്റൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സൈനിക മേധാവിയുടെ പേരാണ്, ആ പേരിലുള്ളതാണ്. ഇതിങ്ങനെ പുതുതായി നിരവധിയായി ഇങ്ങനെ എന്താ പറഞ്ഞ അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടിരിക്കുന്നത് കാണും. നെഹ്റു വളരെ ക്രാന്തദർശിയാണ്, സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പൊ നെഹ്റുവിന് മനസ്സിലായി അമേരിക്കയ്ക്ക് അതിർത്തികളില്ല, ടാങ്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യേണ്ട അതിർത്തി അമേരിക്കയ്ക്കില്ല. അപ്പോൾ അത് ഇവരുടെ ഓർഡിനൻസ് ഫാക്ടറികളിൽ ഇത് നിർമ്മിക്കുന്നത് മറ്റേതോ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇത് ചൈനയ്ക്ക് വേണ്ടിയല്ല, കാരണം ചൈന ഇവരുടെ ആയുധങ്ങൾ സ്വീകരിക്കാറില്ല, അവർക്ക് വേണ്ടതല്ല. അപ്പോൾ നെഹ്റുവിന് ബോധ്യപ്പെട്ടു ഇത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വേണ്ടി പ്രയോഗിക്കുന്ന സാധനമാണ്. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അന്നത്തെ DRDOയുടെ ഉദ്യോഗസ്ഥനായിരുന്ന വിക്രം സാരാഭായിയുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യും, ഇങ്ങനെ പാറ്റൺ ടാങ്കുകൾ നിർമ്മിക്കുന്നുവെന്ന്. അതിനുശേഷം ഇന്ത്യൻ സേന തന്നെ സ്വയം വികസിപ്പിച്ചതാണ് 84mm റോക്കറ്റ് ലോഞ്ചറുകൾ. അതായത് ഈ പാറ്റൺ ടാങ്കുകളുടെ ചെയിൻ ബ്ലോക്ക് പൊട്ടിക്കുന്നതിന് വേണ്ടി 65 യുദ്ധത്തില് CQMH കമ്പനി ക്വാർട്ടർ ഹവിൽദാർ മാസ്റ്റർ അബ്ദുൾ ഹമീദ്, അദ്ദേഹത്തിന് പരമവീർ ചക്രമൊക്കെ കിട്ടുന്നത് ഈ 84mm റോക്കറ്റ് ലോഞ്ചർ വെച്ച് ഈ പാകിസ്ഥാന്റെ ടാങ്കുകൾ തകർത്ത സംഭവത്തിലാണ്. അപ്പൊ നെഹ്റുവിന് അന്നേ തന്നെ ബോധ്യപ്പെട്ടു ഇത് ഇവർക്ക് ചെറിയ സഹായമല്ല, വലിയ സഹായങ്ങൾ. അന്ന് പാകിസ്ഥാനിൽ ടാങ്ക് ഒന്നും നിർമ്മിക്കാനുള്ള ശേഷി അന്നുമില്ല, ഇന്നുമില്ല. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആ ടാങ്കുകളാണ് 65 യുദ്ധത്തില് ഈ കേംകരൻ സെക്ടറിലൂടെയും അതുപോലെ തന്നെ ഈ രാജസ്ഥാനിലെ മറ്റു പ്രദേശങ്ങളിലൂടെയൊക്കെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പം അന്നും അവർ നമുക്കെതിരായിരുന്നു, എന്നും നമുക്കെതിരായിരുന്നു. പിന്നെ 71 യുദ്ധത്തില് ഇവിടെ ബ്രിഗേഡിയർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ 7ാം കപ്പൽപ്പട, നമ്മൾ ഭയപ്പെട്ടതുപോലെ 7ാം കപ്പൽപ്പടയ്ക്ക് അന്ന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അമേരിക്കൻ. റിച്ചാർഡ് നിക്സണും ഹെൻറി കിസഞ്ചറും ഒക്കെ ഈ വാദഗതികളൊക്കെ ഉയർത്തുമ്പോഴും വിയറ്റ്നാമിൽ 20 കൊല്ലവും 1 മാസവും 19 കൊല്ലവും 1 മാസവും നീണ്ടു നിന്ന ഘോര യുദ്ധം, ആയിരക്കണക്കിന് അമേരിക്കൻ പടയാളികൾ മരിച്ച അമേരിക്കയിൽ വലിയ ജനവികാരം അവർക്കെതിരെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഭീഷണിയുടെ ഭാഗമായി 7ാം കപ്പൽപ്പട പുറപ്പെട്ടുവെങ്കിലും
ഇന്ത്യയിൽ ഫലപ്രദമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യം ഒരു സമയമല്ലായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് അത് നല്ല ബോധ്യമുണ്ട്. കാരണം ഇന്ദിരാഗാന്ധി ഈ അഭയാർത്ഥി പ്രവാഹം തുടങ്ങുന്ന ഘട്ടത്തിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സന്ദർശിച്ച് കിഴക്കൻ പാകിസ്ഥാനിലും അതുപോലെ തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലും നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിക്കുകയും പ്രത്യേകിച്ച് റഷ്യയുടെ പൂർണ്ണമായ സഹായം ഇന്ത്യക്ക് ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇന്ദിരാഗാന്ധിക്ക് വളരെ ധീരതയോടെ നിന്ന് നിങ്ങളുടെ 7ാം കപ്പൽപ്പടയല്ല, ആര് വേണേലും വന്നോട്ടെ, ഞങ്ങളുടെ അതിർത്തി ക്രോസ് ചെയ്താൽ അല്ലെ സമുദ്രാതിർത്തി ക്രോസ് ചെയ്താൽ തിരിച്ചു പോവില്ല. പക്ഷേ അന്നും നമ്മൾ അറിയേണ്ടത് ഈ പാകിസ്ഥാനെ രഹസ്യമായും പരസ്യമായും എല്ലാ കാലഘട്ടത്തിലും അവരെ ആയുധവൽക്കരിച്ചു കൊണ്ടിരുന്നത് ഈ അമേരിക്കക്കാരനാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തിന്റെ ധാതു വിഭവങ്ങൾ, അതിനേക്കാളൊക്കെ അവരെ ഭയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ 142 കോടിയാ. അമേരിക്കയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 25-28 കോടിയാണ്. ഉത്തർപ്രദേശ് ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യക്ക് തുല്യമായ ഒരു ജനസംഖ്യയുള്ളൂ. ട്രംപിന് എന്ത് മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്താലും നമ്മുടെ ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് ലോകത്തിലെ മാർക്കറ്റിന്റെ 6-1. ആ മാർക്കറ്റ് അമേരിക്കക്കാരന് കിട്ടണമെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കാൻ മാത്രമേ അവന് മാർഗമുള്ളൂ. അവനല്ലാതെ ഇനി ഈ വാഹനങ്ങളുടെ കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഒക്കെ ചിലപ്പോൾ ഇപ്പോൾ അല്പം ടാക്സ് അത് 25% ആക്കിക്കൊള്ളട്ടെ. പക്ഷെ ഇൻ ദ ലോങ് റൺ 25 കോടി ജനങ്ങളുള്ള ഒരാൾക്ക് ഒരു രാജ്യത്തിന് 142 കോടി ജനങ്ങളുള്ള ഒരു രാജ്യവുമായി ഒരു രീതിയിലും അവർക്ക് വ്യാപാര രംഗത്ത് നമ്മളെ തകർക്കാനായിട്ട് കഴിയില്ല. നമുക്ക് താൽക്കാലികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതിന്റെ ഒരു കാരണം അത് മറ്റൊന്നുമല്ല. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്, നമ്മൾ 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് പോകുന്നു. 6ാം സ്ഥാനത്ത് നിന്ന് 5 എത്തി, 5ൽ നിന്ന് ഇപ്പോൾ നമ്മൾ 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വികസിത രാഷ്ട്രവും ജനസംഖ്യയുള്ള രാഷ്ട്രവുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കക്കാരനുണ്ടായിരിക്കുന്ന ഒരു അതെല്ലാ അമേരിക്കക്കാർക്കും ഇല്ല. മുൻ ഭരണാധികാരികൾ അത് കാണുന്നില്ലല്ലോ ഈ സാമ്പത്തിക വളർച്ച. ട്രംപ് അതുകൊണ്ടാണല്ലോ നിർജീവമായിട്ടുള്ള സമ്പദ്ഘടനയാണ് ഭാരതത്തിൻ്റെത് എന്ന് വേറെ കാര്യം. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്തിനുണ്ടായിരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള വികസനം ഉണ്ടല്ലോ ഇന്ത്യക്ക് ഉണ്ടായിരിക്കും. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ലാസ്റ്റ് 50 ഇയേഴ്സിൽ ഇന്ത്യ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു നേട്ടമാണ്. അപ്പോ ലോകത്തിലെ ഒരു വൻശക്തിയായി റഷ്യയും അമേരിക്കയും എന്ന 2014 ശേഷം അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ്. അതൊക്കെ ഞാൻ ചർച്ചയുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിനോട്ട് പോകുന്നില്ല. അഭൂതപൂർവമായിട്ടുള്ളത് എന്നുള്ളത് പിന്നീട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ത്യ ലോകത്തിലെ ഒരു നിർണായക ശക്തിയായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കക്കാരന് നമ്മളെ തകർക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥമാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അത് പാകിസ്ഥാനെ സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഡെന്നി സാർ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ എന്താ പറഞ്ഞ ടവറുകളെല്ലാം ബിൻ ലാദന്റെ ആൾക്കാർ വന്ന് ഇടിച്ചു തകർത്തപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഈ ഭീകരവാദം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ നജീബുള്ള റഷ്യയുടെ ഒരു പിന്തുണയോടുകൂടിയാണല്ലോ ആ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഹെക്മത്യാർ എന്ന് പറയുന്ന അന്നത്തെ വരുന്നതിന് മുമ്പ് താലിബാൻ വരുന്നതിന് മുമ്പുള്ള ആ ഭരണകൂടം അവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുകയും അവസാനം നജ്മുള്ളയെ പുറത്താക്കി അദ്ദേഹത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടി തൂക്കി കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെന്തിനു വേണ്ടിയാണ്? അവിടെ അമേരിക്കയും കമ്മ്യൂണിസവും കടന്നു വരുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് അഫ്ഗാനിസ്ഥാനിൽ ആ നടപടിയൊക്കെ സ്വീകരിച്ചത്. അവസാനം എന്ത് പറ്റി? അഫ്ഗാനിസ്ഥാനിൽ എന്താ പറഞ്ഞ ഒരു ഗവൺമെന്റിനെ പ്രതിഷ്ഠിച്ചിട്ട് 16 കൊല്ലം കഴിഞ്ഞിട്ടും ആ ഗവൺമെന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാതെ സേനയുമായിട്ട് ഒറ്റ ദിവസം അവര് അമേരിക്കക്കാരൻ അവിടുന്ന് ഓടേണ്ട സ്ഥിതിവിശേഷം വന്നു. ആ ഓട്ടമാണ് യഥാർത്ഥത്തില് ഹമീദ് കൻസാരിയുടെ ഭരണകാലത്ത്. ആ ഹമീദ് അൻസാരിയെ പ്രോപ്പറായ രീതിയിൽ അമേരിക്ക ട്രെയിൻ ചെയ്ത് അവിടെ ഒരു ജനാധിപത്യത്തിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ തമ്മിൽ തല്ലണം, ഇങ്ങനെ എന്താ പറഞ്ഞ അവിടെ കലാപങ്ങൾ ഉണ്ടാകണം, അവിടെ ഒരു കമ്മ്യൂണിസമോ അല്ലെങ്കിൽ റഷ്യയിലേക്ക് ചേരുന്നതായ ഒരു വളർച്ച ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി അവര് 10-20 കൊല്ലക്കാലം അവരുടെ സൈനിക താവളങ്ങളും ഇതെല്ലാം ഉണ്ടാക്കി അവസാനം ഒറ്റ ദിവസം ഇതെല്ലാം വിട്ടെറിഞ്ഞ് അവർ പോകേണ്ടി വന്നു. താലിബാൻ അവിടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ മറ്റ് ലോകരാഷ്ട്രങ്ങളെ അസ്ഥിരപ്പെടുത്തുക, ആ അസ്ഥിരപ്പെടുത്തുന്നതിലൂടെ തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കുക, അതിലൂടെ പണമുണ്ടാക്കുക എന്നുള്ള
ആ ഒരു 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 വളരെ സങ്കുചിതമായ ഒരു ഒരു ചിന്താഗതിയാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് അമേരിക്ക, നമ്മൾ ഇനിയും അമേരിക്ക വിശ്വസിക്കാൻ പറ്റത്തില്ല. അവര് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ വളർച്ചയെ ഒരിക്കലും സഹിഷ്ണുതയോടെ കണ്ടവരല്ല അമേരിക്കക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ അടിമകളായിട്ട് നിന്നിട്ടുമില്ല. അവർക്കെതിരെ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു വളർച്ച അവർക്കത് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇതിനെ തളർത്തുന്നതിന് വേണ്ടി ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത്, സാർ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ എവിടെയാണ് എണ്ണ, എനിക്കൊന്ന് ഈ ബലൂചിസ്ഥാൻ പ്രദേശങ്ങളിൽ ഞാൻ ഇനിയിപ്പോൾ എല്ലായിടത്തും കുഴിച്ചാൽ എണ്ണ ഉണ്ടാകോ, അവിടെ അതിനൊരു സാധ്യതയുള്ളൂ. കറാച്ചി തുറമുഖത്തൊന്നും നടത്താൻ, നമ്മുടെ ബോംബെ ഹൈ നടത്തുന്ന പോലെ കറാച്ചി തുറമുഖത്തിന്റെ പരിസരത്തൊന്നും എണ്ണ കുഴിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ എണ്ണ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ബെഡായി വിട്ടതാവും, എങ്ങനെ ബെഡായി വിട്ടതാവുന്ന ട്രംപ് അല്ല, അതത്രയല്ലേ ഉള്ളൂ. അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അവിടെ എണ്ണ കുഴിച്ചെടുത്തുകൊണ്ട് അവർക്ക് ഒരു സമ്പന്ന രാഷ്ട്രമാകാൻ കഴിയും. അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഡെന്നി സാറ് സൂചിപ്പിച്ച പോലെ ആ AAA മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ നാടകങ്ങൾ ഇത് തുടരും. കുറെ കാലം കൂടി ഇന്ത്യക്കെതിരായിട്ടുള്ള ഇവരുടെ ഈ ഒളിയുദ്ധം, വാർ ഫ്രം ബിഹൈൻഡ് ദ കർട്ടൻ, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ നിന്നും വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ നമ്പ്യാർ.